ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ പിലിക്കോടാണ് കേട്ടോ. ഇവിടെ ഒരു കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട് ഗവൺമെൻറ്റിൻ്റെ, മണ്ണുത്തി സർവകലാശാലയുടെ അണ്ടറിൽ വരുന്ന RIRS എന്ന് പറഞ്ഞിട്ടുള്ള കാർഷിക ഗവേഷണ കേന്ദ്രം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു അക്വപോണിക്സിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഇത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ആൾറെഡി ഇവിടെ ഒരു സെറ്റ്, ഒരു പോണ്ട് ഇവിടെ റൗണ്ടിൽ ഒരു പോണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3000 ചില്ലാൻ ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്കാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു അക്വപോണിക്സ് യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ വർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത ഫിഷ് പോണ്ടാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ നൈലോണിൻ്റെ ഷീറ്റ് ഇട്ട് അതിനോടനുബന്ധിച്ച് അക്വപോണിക്സ് ഫിൽട്രേഷനും കാര്യങ്ങളും അതേപോലെ തന്നെ ഗ്രോബോട്ടൊക്കെ സെറ്റ് ചെയ്ത് മഴമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഒരു ഏകദേശം 4000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു പോണ്ടാണിത്. അപ്പോൾ അതിനോട് ഈ ഏരിയൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ ശല്യം കുറച്ച് കൂടുതലുള്ള ഏരിയ. അപ്പോൾ ഈ വിളകളൊക്കെ പൊതുവെ നശിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് നെറ്റ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്യുക, അതേപോലെ തന്നെ ഡോറൊക്കെ വെച്ചിട്ട് സെറ്റാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയയും കൂടെ ഇവർ പറഞ്ഞ സമയത്ത് നമ്മളതും കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ബെഡിൽ നിന്നുള്ള ഔട്ട് വരുന്ന വെള്ളം ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് ഒരു വാട്ടർ ഫൗണ്ടൈൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫിഷ് പോണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർക്കൊക്കെ നല്ല സുപരിചിതമായിട്ടുള്ളൊരു സ്ഥാപനമാണ് പിലിക്കോട് RIRS. അപ്പോൾ ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ മറ്റു കാർഷിക പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും ഒരു 3-4 മാസം കഴിയുമ്പോൾ നമ്മൾ വിളവെടുപ്പിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ നമ്മൾ ഒരു വീഡിയോ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഇതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ കാണിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.